ഹലോ ഹായ് ഫ്രണ്ട്സ്. ഇന്നത്തെ എൻ്റെ വിശേഷം കേട്ടോ, ചക്കയാണ്. ഇന്നലെ ഉണ്ടാക്കിയ ചക്കേൻ്റെ ബാക്കി ഉണ്ടായിരുന്നു, അതങ്ങനെ കഴുകി അടുപ്പത്ത് വെച്ചു. അപ്പോൾ ഞാൻ കറി ഉണ്ടാക്കാൻ വേണ്ടി കുമ്പളത്തിൻ്റെ ഇല ഉണ്ടായിരുന്നു, കുമ്പളം അതിൻ്റെ ഇല പൊട്ടിക്കുക കേട്ടോ, താളിക്കാമെന്ന് വിചാരിച്ചതുകൊണ്ട്. അങ്ങനെ നല്ല കതിരില എടുക്കുകയാണ്. കതിരില എടുത്ത് ചെറിയൊരു ചീരേൻ്റെ ഇലയും കെട്ടി. ഇത് അങ്ങനെ തന്നെ ഉണ്ടായതാട്ടോ. പിന്നെ നമ്മൾ കുമ്പളം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ വിത്ത് വേസ്റ്റ് കളഞ്ഞിട്ട് അതൊന്നും അങ്ങനെ ആ വിത്തുനിന്ന് മുളച്ചുണ്ടായതാണ്. നല്ല ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു ചീരക്കതിരൂത അതും അങ്ങോട്ട് പൊട്ടിച്ചു. നല്ലപോലെ വെള്ളത്തിലാണ്ട് കഴുകി കൊടുന്നിട്ട് അങ്ങോട്ട് പിച്ചി ഓരോന്നായി പിച്ചിടുക കേട്ടോ. പിന്നെ എന്തൊക്കെയാണ് ഇങ്ങോട്ട് വിശേഷം? നമ്മൾ വീഡിയോ പുതിയതായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ. അങ്ങനെ കുമ്പളം ഇങ്ങനെ പിച്ചെടുക്കുക കേട്ടോ. അതിൻ്റെ എല്ലും മുള്ളൊക്കെ ഉണ്ടാകും, അതൊക്കെ ഒഴിവാക്കിയിട്ട് എല്ലാം മാത്രം എടുക്കുകയാണ്. ഇങ്ങനെ കുമ്പളത്തിൻ്റെ അതാ ചിക്കിപ്പിണിഞ്ഞെടുക്കുന്നു ഞാൻ. അതിൻ്റെ അസ്ഥി അതാ ഞാൻ പുറത്തേക്ക് ഇട്ടു. നല്ല ഇല കേട്ടോ, നല്ല ഇളയ കതിരില, നല്ല ടേസ്റ്റും ഉണ്ട്. മത്തൻ്റെ ഇല അതിൻ്റെക്കാട്ടി എനിക്കിഷ്ടം കുമ്പളത്തിൻ്റെ ഇല കേട്ടോ. ചീരേൻ്റെ ഇലയും കുഴപ്പമില്ല, അതുപോലെ മുരിങ്ങേൻ്റെ ഇലയും തന്നെ രസം, പക്ഷെ അതിനേറെ ഒരു ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ ഞാൻ ചീരേൻ്റെ ഇല അങ്ങോട്ട് എടുത്ത് പിരിഞ്ഞ് അങ്ങോട്ട് അരിഞ്ഞു. അതിലൂടെ ഇട്ട് രണ്ടും കൂടി മിക്സാക്കി ഉണ്ടാക്കാൻ വിചാരിച്ചുകൊണ്ട് അങ്ങനെ ഓരോ പണിയിലാട്ടോ. എന്താന്നില്ലേ, എന്തൊരു ഭംഗിയാണ് കാണാനല്ലേ. അങ്ങനെ ആ ഒരു കടമ്പ് കഴിഞ്ഞു. എന്നിട്ട് ഞാൻ നമ്മൾ ചക്കക്കുട്ടനുണ്ട് അടുപ്പത്ത് വെച്ചിട്ട് അതിൽ നോക്കിയപ്പോൾ അത് എനിക്ക് പണി തന്നു. അതങ്ങിട്ട് കഴിഞ്ഞ് അടിയിൽ പിടിച്ചു. പെട്ടെന്ന് വേവണ ചക്കയാണ്. അടുപ്പത്ത് വെച്ച് ഇങ്ങോട്ട് തിരിഞ്ഞപ്പോഴേക്കും അത് വന്നു അടിയിൽ പിടിച്ചു. എന്തായാലും കുഴപ്പമില്ല, ഉണ്ടാക്കുകയല്ലേ. അങ്ങനെ അതിക്കുള്ള തേങ്ങയൊക്കെ ചിരകി, തേങ്ങയും ജീരകവും ഉള്ളിയും ചെറിയുള്ളിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് ചതച്ച് എന്താ കണ്ടില്ലേ, അടിയിൽ പിടിച്ചിട്ട്. എങ്കിലും കുഴപ്പമില്ല കേട്ടോ, നല്ലോണം പിടിച്ചിട്ടില്ല, എന്നാലും അത് അടിയിൽ പിടിച്ചു കരിഞ്ഞു. ഞാൻ മഞ്ഞൾപ്പൊടി ശകര ഇട്ടിട്ടോളൂ, അതാട്ടോ അതൊരു വൈറ്റ് കളർ പോലെ. അങ്ങനെതാ മീനുണ്ടായിരുന്നു, അതും വറുത്തു. അങ്ങനെ ഞാൻ ഉച്ചയ്ക്കുള്ള തട്ടാൻ വേണ്ടി നിൽക്കുക കേട്ടോ. ചക്ക എടുത്തു. ചക്ക ഈ വെള്ള കളർ മഞ്ഞൾപ്പൊടി ഇല്ലാത്തതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ശകര മഞ്ഞൾപ്പൊടി ഇട്ടാൽ മതിയിരുന്നു എന്നൊക്കെ തോന്നുന്നുണ്ട്. ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, കഴിക്കാം. ഇതാ നമ്മളെ കറി, ഇലക്കറി. പിന്നെ രാവിലത്തെ കടലക്കൂട്ടാനും എടുത്തു കേട്ടോ. മീൻ എടുത്തിട്ടില്ല. മീൻ എടുക്കാത്ത എന്താ ചോദിച്ചാൽ അമ്പലത്തേക്ക് പോകണമെന്ന് വിചാരിച്ചുകൊണ്ട് മീൻ എടുത്തില്ല. അങ്ങനെ കടലയും ഇലയും ചക്കയും, വാവ് എന്താ ടേസ്റ്റ്. അങ്ങനെ ഞാൻ ഭക്ഷണം കഴിക്കുക കേട്ടോ. എല്ലാവരും കഴിച്ചോ? അങ്ങനെതാ ഭക്ഷണമൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ബായ്.